നേരിൻ്റെ വഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. മാറ്റങ്ങൾ അനിവാര്യമാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ അനുവദിക്കാതിരുന്നാൽ തീർച്ചയായും അത് വലിയ അപകടമാണ്. പ്രായം ചെല്ലുന്തോറും അനുഭവങ്ങൾ ധാരാളം നമുക്കുണ്ടാകാറുണ്ട്. അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മെ പ്രാപ്തരാക്കും. പക്ഷേ ഒരിക്കലും മാറില്ലെന്ന് വാശി പിടിച്ചാൽ പിന്നെ ഒരാൾക്കും നമ്മെ സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നാം എല്ലാവരും മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാകണമെന്ന് പറഞ്ഞത്. ഒരിക്കൽ ഏതാണ്ട് 65 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം പഠിച്ച സ്കൂളിലേക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വേണ്ടി ചെല്ലാനായി ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിന് അറിയാം, തൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വരും. സ്കൂളിൽ പഠിച്ച കാലത്ത് ഒരുപാട് തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ച് വഴക്കുണ്ടാക്കി തമാശകളിലൂടെ മറ്റുള്ളവരെ കളിയാക്കി ഒക്കെ ജീവിച്ച ഒരു കാലഘട്ടം. ആ ദിവസങ്ങൾ സത്യത്തിൽ അദ്ദേഹം ഇങ്ങനെ അയവിറക്കാൻ തുടങ്ങി. തൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ വിദ്യാർത്ഥി സംഗമത്തിന് വരുമ്പോൾ അവരുടെ രൂപം എങ്ങനെയായിരിക്കും, അവരുടെ ഇടപാടുകൾ എന്തായിരിക്കും, ഒരുപാട് ആകാംക്ഷയോടുകൂടെ ഈ മനുഷ്യൻ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇടയ്ക്കെപ്പോഴോ പണ്ട് സ്കൂളിൽ പഠിച്ച കാലത്ത് കൂട്ടുകാർ പറഞ്ഞ കഥകളൊക്കെ അദ്ദേഹം അയവിറക്കി. കുസൃതി തരങ്ങളും അവരൊരുമിച്ച് ചെലവഴിച്ച സുന്ദരമായ നിമിഷങ്ങളൊക്കെ ഈ മനുഷ്യർ ഓർത്തെടുക്കുക. മാത്രമല്ല, സ്കൂള് കഴിഞ്ഞ് അവർ പിരിയുവാൻ നേരം അവരുടെ ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുത്ത വാചകങ്ങൾ അതൊക്കെ അദ്ദേഹം ഓർമ്മിക്കാൻ തുടങ്ങി. തൻ്റെ കൂട്ടുകാർ തൻ്റെ ഓട്ടോഗ്രാഫിലും എഴുതിയ ചെറിയ വാചകങ്ങളൊക്കെ വളരെ മന്ദസ്മിതത്തോടെയാണ് അദ്ദേഹം എടുത്ത് വായിക്കാൻ തുടങ്ങിയത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനുള്ള ദിവസം അടുക്കുന്തോറും ഈ മനുഷ്യൻ വല്ലാതെ സന്തോഷവാനായി കാണപ്പെട്ടു. തൻ്റെ ഭാര്യയോടും മക്കളോടും ഒക്കെ അദ്ദേഹം ഈ സംഗമത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ആ ദിവസം വന്നെത്തി. അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു സ്നേഹിതൻ ഈ മനുഷ്യനെ യാത്രയാക്കി എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പറഞ്ഞു, താങ്കൾ മടങ്ങി വരുമ്പോൾ കാണാം, ഒരു നല്ല കൂട്ടുകാരോട് ഒരുമിച്ച് സംഗമം ഉണ്ടാകട്ടെ എന്നൊക്കെ ആശംസിച്ച് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അദ്ദേഹം അവിടെ തൻ്റെ കൂട്ടുകാരോട് ഒരുമിച്ച് വളരെ സന്തോഷത്തോടുകൂടെ സമയം ചെലവഴിക്കാനായി യാത്ര ചെയ്തു. 1-2 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം മടങ്ങി വരുന്നത്. അദ്ദേഹത്തെ എയർപോർട്ടിൽ കൊണ്ടുവിട്ട മനുഷ്യൻ സ്വീകരിക്കേണ്ടതിന് വീണ്ടും എയർപോർട്ടിലെത്തി ആ മനുഷ്യനെ സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് യാതൊരു സന്തോഷവുമില്ല. വളരെ വിഷാദ മുഖത്തോടുകൂടെ ആ മനുഷ്യൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ചെന്ന ആ കൂട്ടുകാരൻ്റെ അകത്ത് എന്തോ പന്തികേട് തോന്നി. പക്ഷെ ഒന്നും ചോദിച്ചില്ല. ഭവനത്തിലേക്ക് മടങ്ങി അവരൊരുമിച്ച് ആ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് പറയാൻ പോലും താല്പര്യമില്ല. ആ ദിവസം ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെയാണ് കാത്തിരുന്നത്. പക്ഷേ എൻ്റെ കൂടെ പഠിച്ച ആ കൂട്ടുകാർ, അവർക്ക് പ്രായമായി എന്നുള്ളതേ ഉള്ളൂ. പലർക്കും വണ്ണം വെച്ചു, അവർക്ക് ജോലികളുണ്ട്, ഒരുപാട് പണം അവരുണ്ടാക്കി. പക്ഷെ ഇന്നും അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല എന്നതുകൊണ്ട്
അവർക്ക് പണമുണ്ടായിട്ടെന്താ കാര്യം? അവർക്ക് ശരീരത്തിന് രൂപമാറ്റമുണ്ടായി, വണ്ണം വെച്ചു, കുടുംബങ്ങളുണ്ടായി, ഒരുപാട് പണമുണ്ടാക്കി. അതല്ലാതെ അവർക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഈ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരോട് പറയുകയാണ്, സ്നേഹിത, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒറ്റ ആഗ്രഹം, എൻ്റെ അനുഭവ പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തിന് രൂപാന്തരമുണ്ടാകണം. എന്നും ഒരുപോലെ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്നെ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ എവിടെയെങ്കിലും മുരടിച്ചു പോകുന്നു എന്ന് തോന്നിയാൽ താങ്കൾ എന്നെ ഉപദേശിക്കുക മാത്രമല്ല, എന്നെ അതിനുവേണ്ടി നിർബന്ധിക്കണം. കാരണം മാറ്റങ്ങൾ അനിവാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ജീവിതം അതുകൊണ്ട് എന്തർത്ഥമാണുള്ളത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കുറെ പണമുണ്ടാക്കുന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ സ്ഥാനങ്ങൾ നേടുന്നതോ ഒരുപാട് പ്രായമായി എന്ന് പറയുന്നതോ ഒന്നുമല്ല. പകരം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാകണം. എന്നും ഒരുപോലെ ആകരുത്. രൂപാന്തരപ്പെടണം, മാറണം. അങ്ങനെ മാറുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സുന്ദരമാകൂ. അല്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? എല്ലാ ദിവസവും മാറണം, ഓരോ നിമിഷവും മാറണം. നമ്മുടെ വാക്കുകൾ മാറണം, നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകണം, നമ്മുടെ ഇടപാടുകളിൽ മാറ്റമുണ്ടാകണം. അങ്ങനെ മാറ്റമുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അതല്ലെങ്കിൽ കേവലം ഒരു മാംസപിണ്ഡമായി ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നു എന്നേ ഉള്ളൂ. മാറ്റത്തിന് നമുക്ക് പ്രാധാന്യം കൊടുക്കാം. എല്ലാവരും മാറണം. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടാകണം. അതിനുവേണ്ടി വളരെ ജാഗ്രതയോടെ നമ്മൾ ശ്രമിക്കണം, അധ്വാനിക്കണം. നല്ലൊരു ജീവിതം അങ്ങനെ കെട്ടിപ്പടുക്കാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ.